ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോൾ. ഇറങ്ങിയാൽ അങ്ങേയറ്റം അതിൽ മുഴുകുക എന്നതാണ് ശോഭനയുടെ സിനിമയുടെ സുവർണ കാലത്താണ് നല്ല കഥാപാത്രങ്ങളെ കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു സൂചനയുണ്ട്, ഇപ്പോഴത്തേത് അത്ര നല്ല കാലമല്ല എന്ന്. എന്തുകൊണ്ടാണ്? നിങ്ങളും പറഞ്ഞു ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ശോഭനയ്ക്ക് കിട്ടിയതുപോലത്തെ കഥാപാത്രങ്ങൾ ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടല്ലോ. ശോഭനയ്ക്ക് അറിയാവുന്നതുപോലെ ബോളിവുഡിലെ വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്റ്റേറ്റസ് ആണ്. അത് ഈ കലാരംഗത്തെ ബാധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവിടെ ബാധിക്കുന്നുമില്ല. കല്യാണം കഴിഞ്ഞാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് തിരിച്ചു സംഭവിക്കുന്നത്? ഇപ്പോ ഇത് അവരവരുടെ സ്വന്തം പ്രശ്നമല്ലേ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരു അഭിനേത്രിക്ക് പൂർണ്ണത വരണമെങ്കിൽ അവരുടെ തന്നെ ശബ്ദത്തിൽ ഡബ് ചെയ്യണം ശരിക്കും എന്ന് ശോഭന വിചാരിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അപ്പൊ അങ്ങനെയെങ്കിൽ പൂർണ്ണത ഇല്ലാത്തൊരു അഭിനേത്രിയാണ് ശോഭന എന്ന് പറയേണ്ടി വരും. ഞാൻ ഇംഗ്ലീഷ് സിനിമയിലെ എന്റെ വോയിസ് കൊണ്ടാണ് ഡബ് ചെയ്തിട്ട് നാഷണൽ അവാർഡ് വാങ്ങിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് പറയാൻ പറ്റില്ല എന്ന്. നാഗവല്ലിയുടെ എല്ലാ ഭാവങ്ങളും ശോഭനയുടെ മുഖത്ത് വരുമ്പോഴും ആ നാഗവല്ലിയുടെ ശബ്ദവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൻ്റെ മൊത്തം ഇമ്പാക്റ്റിൽ. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് കൊടുക്കുമോ? കൊടുക്കാം.